നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ അതറിഞ്ഞത് നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേനെ. എന്നുവെച്ച് നീ ചെയ്തത് നന്നായി എന്ന് കരുതി പോരുത്. ഇത്തരം കുരുത്തക്കേടുകൾ ഇനിയും ആവർത്തിച്ച വച്ചേക്കില്ല നിന്നെ ഞാൻ. ജോലിക്കാരൻ യജമാനത്തിക്കൊപ്പം അടുക്കളയിലും ഡൈനിങ് ഹാളിലും അഴിഞ്ഞാടിയാ അതെന്റെ കുറ്റാണോ? എടാ, ഋതിക മേഡത്തിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെയുണ്ട്. അതിവിടെ എല്ലാവർക്കും അറിയാം. അത് അഴിഞ്ഞാട്ടമല്ല, കരുതൽ. അതിനെ ദുഷിച്ച കണ്ണോടെ നോക്കി ആ വീഡിയോ എടുത്ത് അയച്ചതാണ് തെറ്റ്. വീഡിയോ അയച്ചതാരാ? ഞാനാ? നീ തന്നെയാണ് അശ്വിൻ സാറിന് ആ വീഡിയോ എടുത്ത് അയച്ചത്. നീയല്ലാതെ അത് ചെയ്യാൻ വേറൊരാൾ ഇവിടെ ഇല്ല. എല്ലാവരും നിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കരുത്. നിന്റെ തലയിൽ തന്നെ അത് കെട്ടിവെക്കും. കാരണം നീയാണത് ചെയ്തത്. എടാ, നന്ദി വേണോടാ, നന്ദി. വർമ്മ സാറിന്റെ ചെലവിൽ ജീവിച്ചിട്ട് സാറിനെ അപമാനിക്കുന്നോ? നിന്നെ എന്ത് ധൈര്യത്തിലാടാ നീ എന്റെ മോന് നേരെ കൈ നീട്ടിയത്? ഇവനാണ് ഈ പ്രശ്നങ്ങൾക്ക് അത്രയും കാരണക്കാരൻ. ഇവൻ തന്നെയാണ് ആ വീഡിയോ അയച്ചത്. അത് നീ പറഞ്ഞാ മതിയോ? നീയാണ് അയച്ചതെന്ന് ഞാൻ പറഞ്ഞ? ഋതുമോളുടെ കല്യാണം മുടക്കി അതീന്ന് മുതലെടുപ്പ് നടത്താൻ നീയാണത് അയച്ചെന്ന് ഞാൻ പറഞ്ഞ? എന്താ ഇവിടെ പ്രതാപ, ഇവനാ ആ വീഡിയോ അയച്ചത്. എനിക്കിവനെ നല്ല സംശയമുണ്ട്. ഇതുപോലൊരു സംശയം രാജുനുണ്ടല്ലോ ചേച്ചി. ദീപക്കാണ് അയച്ചതെന്ന് രാജു സംശയിക്കുന്നു. അതിലൊരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിയേ ചേച്ചി, രാജുവും ഋതികയും തമ്മിലുള്ള ആ ദൃശ്യം ഒരിക്കലും രാജുവിന് ഷൂട്ട് ചെയ്യാനാവില്ലല്ലോ. ഇവിടുത്തെ അടുക്കളയിലും ഡൈനിങ് ഹാളിലും ഷൂട്ട് ചെയ്യാൻ പുറത്തുനിന്ന് ഒരാൾക്കാവില്ലല്ലോ. അത് പ്രതാപ, നേരത്തെ തന്നെ എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ചെയ്തത് തെറ്റാണെങ്കിലും അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി. അശ്വിന്റെ തനിനിറം പുറത്തു വന്നു. ഇപ്പൊ അതറിഞ്ഞത് നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേനെ. എന്നുവെച്ച് നീ ചെയ്തത് നന്നായി എന്ന് കരുതി പോരുത്. ഇത്തരം കുരുത്തക്കേടുകൾ ഇനിയും ആവർത്തിച്ച വച്ചേക്കില്ല നിന്നെ ഞാൻ. മോശമായ ഒരു വാക്കോ നോക്കോ ഒരിക്കലും എന്നിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ മാഡം. മാഡം യോഗ്യനായ ഒരാളെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ കഴിയുന്നത് കാണാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. രാജു, നീ എപ്പോഴും എന്നെ യജമാനത്തിയായിട്ടാ കാണുന്നത്. നിനക്ക് എന്നോട് ഒരു പ്രണയവും ഇല്ല. പക്ഷെ എനിക്ക് നിന്നോട് പ്രണയമാണ്. അത് ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷെ ഞാനത് തിരിച്ചറിയുന്നത് ഇന്നലെ മാത്രമാണ്. നീ അടുത്തില്ലാതിരിക്കുമ്പോ, നിന്നെ കാണാതിരിക്കുമ്പോ എനിക്കുണ്ടാകുന്ന വിഷമം, അത് പ്രണയത്തിന്റെ വിഷമമായിരുന്നു രാജു. ഇത്രയൊക്കെ അടുത്ത് കഴിഞ്ഞിട്ടും എന്താ നിനക്കൊരു വിചാരം ഉണ്ടാവാത്തത്? നിന്റെ മനസ്സെന്താ കല്ലാണോ രാജു?
ഒരുപാട് സൂചനകൾ തന്നിട്ടും നീ എന്താ മനസ്സിലാക്കാത്തത്? അതോ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തതായി ഭാവിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. രാജു vs ശ്രുതിക. അയ്യോ, പെറ്റെണീക്കാനുള്ള പ്രായമായി, എന്നിട്ടും കുട്ടികളി മാറിയിട്ടില്ല. കൊച്ചു കുട്ടിയാണെന്ന വിചാരം. അയ്യോ. ഈശ്വര, അച്ഛനത് കാണോ? അച്ഛൻ കാണാതെ എങ്ങനെ അതെടുക്കും? സർ, ഇത് DPIയുടെ റിപ്പോർട്ടാ. സ്കൂളുകളിലെ ചെറിയ ക്ലാസ് മുതലേ ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കണമെന്നതിനെ കുറിച്ചുള്ള. ഞാൻ വകുപ്പ് സെക്രട്ടറിയോട് ചോദിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് കൊടുത്തയച്ചതാ. അവിടെ വെച്ചേക്ക്. ഇതിൽ ചില നോട്ടുകൾ ഞാൻ കുറിച്ചിട്ടുണ്ട്. നീ അതൊന്ന് വായിച്ചു വെച്ചോ. ഫോളോ അപ്പ് വേണ്ടി വരും. ദിവ്യ, ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? സാറിന് അച്ഛാ, എന്റെ ദൈവമേ, വല്ല വിധവും രക്ഷപ്പെട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.